ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പരിപ്പ് കഴുകണം. നല്ല രീതിയിൽ കഴുകിയിട്ട് അതിനൊരു തുണിയിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കണം. അതിൻ്റെ വെള്ളമെല്ലാം വാർന്നതിന് ശേഷം നമ്മൾ അതിനെ കുറച്ച് നെയ്യിൽ വറുത്തിട്ടെടുക്കണം. അതിന് വേണ്ട സാധനങ്ങളാണ് വെല്ലം, സാമനരി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, നെയ്യ്, അങ്ങനത്തെയുള്ള സാധനം വേണം. നമ്മൾ പാലിലിട്ടാണ് ഉണ്ടാക്കുന്നത്. പാലിലാണ് ഉണ്ടാക്കുന്നത്, തേങ്ങാപ്പാലിലല്ല, കവർ പാലിലാണ് ഉണ്ടാക്കുന്നത്. ഇനി വെല്ലം ഇങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു കുക്കറിലാണ് ഇട്ടാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ് ഉണ്ടാക്കുന്നത്, പരിപ്പ് പായസം. കുക്കറിൽ നമ്മൾ ആ പരിപ്പ് വെള്ളം പോയതിന് ശേഷം നെയ്യിൽ വറുത്തിട്ടെടുക്കണം. നെയ്യിൽ വറുത്തിട്ടെടുത്തിട്ട് ഒരു വിസിൽ വരുമ്പോൾ നമ്മൾ അതിനെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. ബ്രൗൺ കളറാവുന്ന വരെ നല്ല പാങ്ങിൽ വറുക്കണം. വെല്ലം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. പരിപ്പ് ഇങ്ങനെ നല്ല പാങ്ങിൽ ഇളക്കിയിട്ട് നല്ല കളർ വരുമ്പോൾ, നല്ല ബ്രൗൺ കളറാകുമ്പോൾ വറുത്തെടുക്കണം. കണ്ടോ, ഇങ്ങനെ എടുത്തേക്ക് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അത് വേവിക്കാൻ വെക്കണം. ഒരു വിസിൽ വരുമ്പോൾ വരെ വേവിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഉരുകിയിട്ടുണ്ട്, അതൊരു കപ്പിലേക്ക് അതിനെ അരിച്ചിട്ടെടുക്കണം. അരിച്ചിട്ട് അതിനെ മാറ്റി വെക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ സാമനരിയും ഒരു വിസിലടിക്കുമ്പോൾ കുക്കറിലൊന്ന് വേവിക്കണം. ഇനി പാല് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. സാമനരി വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇനി വെന്ത പരിപ്പും സാമനരിയും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് വേവിക്കണം. തിളക്കും വരെ ഒന്ന് വെക്കാം. സാമനരി അതിൽ ഇടുന്നത് കാണിച്ചിട്ടില്ല, അത് സാമനരി അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഉരുക്കിയ വെള്ളം ഉണ്ടല്ലോ, അത് അതിലത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആയിട്ടാകുമ്പോൾ തിളക്കും വരെ ഒന്ന് വെക്കാം. പിന്നെ അതിലത്തേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിലത്തേക്ക് വേണ്ടത് ഏലക്കയും കുറച്ച് പഞ്ചസാരയും പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ല പാങ്ങിൽ ഇളക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ല പാങ്ങിൽ ഇളക്കിയിട്ട് എടുക്കുക.
പാല് തിളച്ചിട്ടുണ്ട്. ഇനി ആ പാല് നേരെ പായസത്തിലേക്ക് ഒഴിക്കാം. തിളച്ച പാല്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ് കേട്ടോ, പരിപ്പ് പായസം. പാലും കൂടി അതിലൊഴിച്ചിട്ട് നന്നായി മിക്സാക്കിയിട്ട് എടുക്കുക. തിളച്ച പാലിൽ ഒഴിച്ചതിന് ശേഷം കൂടുതൽ സമയം തിളപ്പിക്കേണ്ട. തിള വരുമ്പോൾ ഓഫാക്കാം. ലാസ്റ്റായിട്ട് അതിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ബ്രൗൺ കളർ ആകും വരെ വറുത്തെടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടാം. അപ്പോൾ ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി അത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കശുവണ്ടി ഇട്ടിട്ടുണ്ട്. കശുവണ്ടി ഇട്ടിട്ട് കുറച്ച് ബ്രൗൺ കളർ ആകും വരെ ചൂടാക്കിയിട്ട് പായസത്തിലേക്ക് നേരെ ഒഴിച്ച് കൊടുക്കാം. പായസം ആയിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടിട്ട് അതിലത് കുറച്ച് ചൂടാറുമ്പോൾ സെറ്റായിട്ട് വരും.